ഹലോ, എല്ലാവർക്കും ശുഭദിനം. ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടിൻ്റെ പുതിയ ഒരു സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നേരുന്നു. കേന്ദ്രത്തിൻ്റെ പഞ്ചം ചാറ്റ് ബോട്ട് പഞ്ചായത്തുകളിലേക്ക് വരുന്ന വിവരം നിങ്ങളെ അറിയിക്കുവാനാണ് ഈ സെക്ഷൻ നമ്മളിവിടെ ചർച്ചയ്ക്കെടുക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിക്കുവാൻ ചാറ്റ് ബോട്ടാണ് പഞ്ചം. കേന്ദ്ര സർക്കാർ പഞ്ചം അഥവാ പഞ്ചായത്ത് അസിസ്റ്റൻ്റ് ആൻഡ് മെസ്സേജിംഗ് ചാറ്റ് ബോട്ട് പഞ്ചായത്ത് രാജ് മന്ത്രാലയം ഞായറാഴ്ച ഡൽഹിയിൽ പുറത്തിറക്കും. വാട്സാപ്പ് അടിസ്ഥാനമാക്കിയുള്ള പഞ്ചം പഞ്ചായത്ത് ജനപ്രതിനിധികളുമായും ഉദ്യോഗസ്ഥരുമായും മന്ത്രാലയത്തിന് നേരിട്ട് ആശയവിനിമയം നടത്താൻ കഴിയുന്നതാണ്. ഇതാദ്യമായാണ് രാജ്യത്താകെയുള്ള പഞ്ചായത്ത് അധികൃതരുമായി നേരിട്ട് ഒരു ഡിജിറ്റൽ ബന്ധമുണ്ടാക്കുന്നത്. സംസ്ഥാന സർക്കാരുകളെ ആശ്രയിക്കാതെ നേരിട്ട് സമീപിക്കാമെന്നതാണ് പ്രത്യേകത. രാജ്യത്തെ 30 ലക്ഷത്തോളം പഞ്ചായത്ത് ജനപ്രതിനിധികളും ജീവനക്കാരും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇതിനകം 18 ലക്ഷം പേരെ ഉൾപ്പെടുത്തി കഴിഞ്ഞുവെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ പഞ്ചായത്ത് രാജ് മന്ത്രാലയം അറിയിക്കുന്നത്. പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിൻ്റെ വിവിധ സർക്കുലറുകൾ, മാർഗരേഖകൾ, നിർദ്ദേശങ്ങൾ, കത്തുകൾ തുടങ്ങിയവ നേരിട്ട് പഞ്ചായത്തുകളിലേക്ക് എത്തിക്കാനും താഴെത്തട്ടിൽ വിവരങ്ങൾ എത്തുന്നത് ഉറപ്പാക്കുവാനും പഞ്ചായത്ത് പഞ്ചം ചാറ്റ് ബോട്ട് സംവിധാനത്തിലൂടെ സാധിക്കുമെന്നാണ് പഞ്ചായത്ത് രാജ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. വിവിധ പദ്ധതികൾ സംബന്ധിച്ച തത്സമയ ആശയവിനിമയം ഇതുവഴി നടക്കും. പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനവും ഓൺലൈനാക്കി ചാറ്റ് ബോട്ടിൽ ചെയ്യാവുന്നതാണ്. പഞ്ചായത്ത് തലത്തിൽ ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും അതിനുള്ള മാർഗവും പൊതുജനങ്ങൾക്കും ലഭിക്കും. അഭിപ്രായം തേടാനും സർവേ നടത്തുവാനും എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതാണ് പഞ്ചം ചാറ്റ് ബോട്ടിൻ്റെ ഗുണം. നേരത്തെ ഇത് സംസ്ഥാന തലത്തിലായിരുന്നു ഏകോപിച്ചിരുന്നത് എങ്കിൽ പ്രാദേശിക ഭാഷകളിൽ തർജ്ജമയ്ക്കാനുള്ള സർക്കാരിൻ്റെ ഭാഷണി സൗകര്യവും ഉപയോഗിക്കുന്നതിനാൽ 22 ഇന്ത്യൻ ഭാഷകളിൽ പഞ്ചം ചാറ്റ് ബോട്ട് ഉപയോഗിക്കാനാകും എന്നാണ് പഞ്ചായത്ത് രാജ് മന്ത്രാലയം ഡൽഹിയിൽ അറിയിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ പഞ്ചം ചാറ്റ് ബോട്ട് വരുമ്പോൾ പൊതുജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഗുണം എന്നാൽ നമുക്കറിയാം. സംസ്ഥാന ബഡ്ജറ്റും കേന്ദ്ര ബഡ്ജറ്റും 2026-27 ഇപ്പോൾ നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇത് നമ്മുടെ പഞ്ചായത്തുകളുടെ വികസനത്തിലേക്ക് വരുന്നത് ത്രിതല സംവിധാനങ്ങളുടെയാണ്. ജില്ലാതല, ബ്ലോക്ക് തല, ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരുന്ന ഈ ഫണ്ടുകൾ കൃത്യതയോടെ നടപ്പാക്കാൻ കഴിയുമോ എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് നേരിട്ട് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് മെമ്പറും പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടപ്പാക്കാൻ പഞ്ചായത്ത് രാജ് മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നു. ഇത് ഫലപ്രദമായി വിനിയോഗിക്കുവാൻ ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടും നിങ്ങളുടെ മുന്നിൽ നിരന്തരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഗ്രാമസ്നേഹിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഓരോ വികസന പദ്ധതിയുടെയും ഭാഗമാക്കുവാനും അവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായി ഗ്രാമസഭകളിലും ചർച്ചകളിലൂടെയും മിനിറ്റ്സ് രേഖപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ നടപ്പാക്കുവാൻ പ്രാപ്തരാക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടിനും സോഷ്യൽ ഇക്വാലിറ്റി ആർമിയും ഈ കഴിഞ്ഞ കാലങ്ങളെ അത്രയും കഷ്ടപ്പെട്ട് ജനസേവനമായി കണ്ടുകൊണ്ട്
നടപ്പാക്കിയത്. തീർച്ചയായും ഈ ബഡ്ജറ്റ്, ഇനി വരുന്ന ബഡ്ജറ്റുകൾ പഞ്ചായത്തുകളിലുള്ള ബഡ്ജറ്റുകളാണ്. എല്ലാ ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടിൻ്റെ പ്രേക്ഷകരും പങ്കെടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും വേണം. കാരണം നമുക്ക് ഫണ്ടില്ല എന്ന് പഞ്ചായത്തുകളുടെ നിരന്തരം കരച്ചിലുകൾ മാറ്റി നമുക്കൊരു MLA യോ MP യോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയുടെ സഹായം പോലും ഇല്ലാതെ, ഞാൻ മനസ്സിലാക്കി പറഞ്ഞു തരാം. അതായത് നിങ്ങൾ വേറൊരു പ്രസ്ഥാനത്തിലോ പാർട്ടിയിലോ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ കൂടി ആ പ്രദേശത്തെ മെമ്പർ മറ്റൊരു പാർട്ടിക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഫണ്ട് ലഭിക്കില്ല എന്നുള്ള തോന്നൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റണം. നിങ്ങൾക്കും നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി, ആ പ്രദേശത്തിലെ വികസനത്തിന് വേണ്ടി നിങ്ങൾക്ക് ഫണ്ടില്ല എങ്കിലും പദ്ധതികളും മാർഗനിർദ്ദേശങ്ങളും സമർപ്പിക്കാവുന്നതാണ്. അതുമൂലം നിങ്ങൾക്ക് ആ എത്ര കോടികളുടെ ഫണ്ടാണേലും ആ പഞ്ചായത്തുകൾ നടപ്പാക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു മെമ്പർ സഹായം പോലുമില്ലാതെ നമുക്ക് നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ വാങ്ങിക്കുവാൻ കഴിയും. അതിന് ഗ്രാമസ്നേഹിയും ന്യൂസ് റിപ്പോർട്ടും സോഷ്യൽ ഇക്വാലിറ്റി ആർമിയും നിങ്ങളുടെ കൂടെയുണ്ട്. അത് നായി നമുക്ക് കൈകോർക്കാം. ഈ വരുന്ന ഗ്രാമസഭകളിലൊക്കെ ഭാഗമാക്കുവാനും കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു ശുഭദിനം. നിങ്ങൾ സംസ്ഥാന ബഡ്ജറ്റ്, കേന്ദ്ര ബഡ്ജറ്റ് ഭയപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. എങ്കിലും നമ്മൾ ആ ബഡ്ജറ്റുകളെ ഓർത്ത് വിഷമിക്കേണ്ട. തുടർന്നുള്ള കാര്യങ്ങൾ നമ്മുടെ കുറവ് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് കഴിവുള്ളവരായി മാറിക്കൊണ്ട് ഇനിയുള്ള നമ്മളെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചില താല്പര്യങ്ങൾ വെച്ചുകൊണ്ടും ചില വർഗീയത, ജാതീയത മനസ്സിൽ പേറിക്കൊണ്ട് നടക്കുന്ന ഇന്ത്യയിലെ ചില ദുഷ്ടജന്തുക്കൾക്ക് നമുക്ക് തിരിച്ചടി കൊടുക്കണം. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ ആരുടെയും തന്തയുടെ വകയല്ല. അത് ഈ ഇന്ത്യക്ക് ഒരു കൾച്ചറുണ്ട്. ആ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉയർന്നു വന്നതാണ്. അത് നമുക്ക് കേവലം ഒരു പഞ്ചവത്സര പദ്ധതിയുടെയോ അതുപോലെ തന്നെയുള്ള നമ്മുടെ പൂർവ്വസമ്പത്ത് കൊണ്ടോ ഉണ്ടായതല്ല. നമുക്ക് കൃത്യമായ ദീർഘവീക്ഷണമുള്ള നമ്മുടെ പൂർവികരുടെയും നമ്മുടെ പ്രകൃതിയുടെയും എല്ലാം ഒരു സംരക്ഷണം നമ്മൾ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് നമ്മൾക്ക് ഇന്ത്യക്ക് ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ മാതൃകയായിരിക്കാൻ കഴിയുന്നത്. അത് കേവലം രാഷ്ട്രീയ താല്പര്യങ്ങളും മത താല്പര്യങ്ങളും ജാതി താല്പര്യങ്ങളും വെച്ച് പുലർത്തുന്ന ചില ദുഷ്ടശക്തികൾ തിരിച്ചറിയാത്തത് കൊണ്ട് ചില കോട്ടങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് നമുക്ക് വരും കാലങ്ങളിൽ നമ്മുടെ അറിവ് കുറവ് കൊണ്ടും പോരായ്മ കൊണ്ടുമാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി ഓരോ വിലപ്പെട്ട നിർദ്ദേശങ്ങളും നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ഭരണഘടനയും ഓരോ ഗുരുക്കന്മാരും നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലും അവരുടെ നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും ഒക്കെ നമുക്ക് എക്കാലവും ഓർമ്മിപ്പിക്കാനും നമ്മളെ മുന്നോട്ട് നയിക്കാനുള്ളതാണ്. അവരുടെ ഭാവന സ്മരണകൾക്ക് മുന്നിൽ നമ്മൾ തലകുനിച്ചുകൊണ്ട് ഈ ദുഷ്ടശക്തികൾക്കെതിരെ നമുക്ക് കൈകോർത്ത് പോരാടേണ്ടതുണ്ട്. അതിനായി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പഞ്ചായത്തുകളിലേക്ക് വരാനായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ട് എത്തിക്കുവാൻ ഈ കാലങ്ങൾ അത്രയും ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. തുടർന്നും ഈ പോരാട്ടം തുടരും. അതിന് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് വിവരങ്ങൾ കൈമാറിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കൂടുതൽ ശ്രദ്ധാലുവായിട്ടിരുന്നു കൊണ്ട് നമ്മളുടെ തലമുറകൾക്ക് വേണ്ടി ഈ ഭൂമിയെയും ഈ ഇന്ത്യയെയും നല്ല സന്ദേശത്തിനായി ഒരുക്കിയെടുക്കേണ്ടതിനായി നമുക്ക് കൈകോർത്തുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ പോയ നഷ്ടങ്ങളെ വിസ്മരിച്ചുകൊണ്ടും ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് തയ്യാറാകാം.
എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.